എന്താ ഇത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിരിക്കണം. എന്താ? ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ഓ. ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. എടുത്തോട്ട് പോടോ. രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ആ ചായയല്ല ഈ ചായ. ഞാൻ കൊണ്ടുവന്ന ചായയാണ് ചായ. അല്ല, നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരമില്ലേ? എനിക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. പ്ലീസ് ഇതൊന്ന് എടുത്തോണ്ട് പോകും. സാറ് കാശ് തരണമെന്നില്ല, പക്ഷെ ദിവസവും എന്റെ കടയിൽ തന്നെ വരണം. ഞാൻ പറ്റുതരാം. നല്ല നല്ല ഉണ്ടക്കായ, നെയ്യപ്പം, മധുരസേവ. ആദായവിലയ്ക്കാണ് ഞാൻ സാധനങ്ങൾ വിൽക്കുന്നത്. നിങ്ങൾ ഇത് എടുത്തോണ്ട് പോകുന്നോ അതോ ഞാൻ വലിച്ചെറിയണോ? സാറേ, എന്താ? സമീപ പ്രദേശങ്ങളിലേക്ക് അയക്കുന്ന കത്തുകൾ ഇന്ന് തന്നെ മേലുല്ലാസക്കാരന് കിട്ടുമോ? സമീപ പ്രദേശം എന്ന് പറഞ്ഞാൽ? ഇവിടെ വളരെ വളരെ അടുത്തുള്ള ഒരാക്കാ. എന്നാ പിന്നെ നേരിട്ട് അങ്ങോട്ട് കൊടുത്തു. അല്ല, അത് വേണ്ട. എല്ലാതിന്റെ വകുപ്പിലൂടെ തന്നെ നടക്കണം, അതുകൊണ്ടാ. എങ്കിൽ പിന്നെ അങ്ങനെ ആട്ടെ. ഓഹോ. വാസുവേ, എന്നെ ഒന്ന് സഹായിക്കണം. ഇന്ന് എന്റെ കൂടെ ഒന്ന് വരണം. ആരൊക്കെയാ ഏതൊക്കെയാ വീടൊന്നും ഒരു പിടിയില്ല. അതെന്താ, പോവാലോ. സൈക്കിൾ വേണ്ടേ? പിന്നെ ഇതെടുത്തോ. അടേ, ഞാൻ വരാൻ കുറച്ച് താമസിക്കും കേട്ടോ. ചോറുണ്ടോ എന്റെ വീട്ടിൽ? അത് ഞാൻ വന്നിട്ട് പറയാം. കൂടി 4-5 എഴുത്തേ ഉള്ളൂ. പിന്നെ MK സഹദേവൻ, ചായക്കച്ചവടം, മുത്താരംകുന്ന് പിയോ. ആളാരാ? അയ്യോ, അതറിഞ്ഞൂടെ? ഇല്ല. 2 ഭ്രാന്തന്മാരില്ലേ ചായക്കട നടത്തുന്നവരെ. അതിന് മൂത്തോനാ. അതാണോ സാധനം? നമ്മുടെ ഉണ്ടംപൊരി. ഉണ്ടംപൊരിയോ? MK സഹദേവൻ. എന്താ സാറേ? ഒരു കത്തുണ്ട്. അയ്യോ, എനിക്കോ? ആര്? എവിടെ? നിങ്ങൾക്കെല്ലാം ആളുകൾ കത്തയച്ചു തുടങ്ങിയാടേ. ചുമ്മാ ചായ കുടിച്ചെഴുന്നിട്ട് പോടെ. പെറ്റ തള്ളയെ വഞ്ചിച്ച വഞ്ചക, ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ലടാ. കള്ളത്തരങ്ങൾ പറഞ്ഞു വരുത്തി എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കും. എടാ ചീക്കക്കൊടവയറ, എന്നോട് മത്സരിച്ച് നീ ചായക്കട നടത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അമ്മയുടെ പെട്ടിയിൽ നിന്നും നീ കട്ടെടുത്ത 10,000 രൂപ നിന്റെ തന്തയുടെ തറവാട്ട് വകയല്ല. അത് തിരിച്ചു തന്ന് നീ എന്നോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇടവഴിയിൽ ഒളിച്ചു നിന്നെങ്കിലും നിന്നെ ഞാൻ കുത്തിക്കൊല്ലും. ഇത് സത്യം, സത്യം, സത്യം എന്ന് നിന്റെ അന്തകൻ നകുലൻ.